എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖന ഭാഗത്തിലെ വിശുദ്ധ പൗലോസിലെ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ പൗലോസിലെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം അത് മാനുഷികമൊന്നുമല്ല, ദൈവികമാണ്. എനിക്ക് ഒരു മനുഷ്യനിൽ നിന്നൊന്നുമല്ല അത് ലഭിച്ചത്. എന്നിട്ട് പൗലോസിലെ തന്റെ പഴയകാല ജീവിതത്തെ കുറിച്ച് പറയുകയാണ്. പൗലോസിലെ പറയുകയാണ്, ഞാൻ യഹൂദനായിരുന്നപ്പോൾ എന്തുമാത്രം തീക്ഷ്ണതയോടെയാണ് ഞാൻ അതിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ കർത്താവിന്റെ സഭയിലുള്ളവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി എന്തുമാത്രം പ്രവർത്തിച്ചവനാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ദൈവം എന്നെ അതിനു മുമ്പൊക്കെ തെരഞ്ഞെടുത്തിരുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരുന്നു എന്ന് പറയുകയാണ്. പൗലോസ്ലീഹ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സഭയുടെ വളർച്ചയിൽ പൗലോസിനുള്ള ആ പങ്ക് നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ മതി. ഒരു കാലഘട്ടത്തില് സഭയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് മാനസാന്തരം വന്ന് സഭയുടെ രണ്ട് നെടുന്തൂണുകളിൽ ഒരാളായി മാറിയ ഒരു കഥ. ഈ പൗലോസ്ലീഹയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ലേഖനഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ ഒരു ശത്രു നാളത്തെ വലിയൊരു മിത്രമായിട്ട് മാറും അല്ലെ. പൗലോസ്ലീഹ സഭയെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിലെ ശത്രുപക്ഷത്തായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സഭയുടെ ഏറ്റവും വലിയ സേവകനായിട്ട് മാറി എന്നുള്ളതാണ്. നമ്മളൊരു പുതിയൊരു വർഷത്തേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കാനായിട്ട് ഒരുക്കുമ്പോൾ, ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുക്കുമ്പോൾ, വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വചനം നമുക്ക് നൽകുന്ന മഹത്തായ ഒരു ചിന്ത ഇതാണ്: ഇന്നത്തെ ശത്രു ഒരു പക്ഷെ നാളെ തന്നെ ഏറ്റവും വലിയ മിത്രമായി മാറും. അതുകൊണ്ട് മറ്റുള്ളവരോട് ഒരു ശത്രുതാ മനോഭാവം നമുക്ക് അത് പരമാവധി വെടിയാനായി ശത്രുക്കളില്ലാതെ എല്ലാവരെയും മിത്രങ്ങളായിട്ട് സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സ്വന്തമായിട്ട്